ഹാ, ഇത് കൊള്ളാലോ. എന്റെ മുത്തശ്ശ, നിങ്ങൾ പൊളിയാണ്. ഇനിയും അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വിളിച്ചാൽ അങ്ങേര് തിരിഞ്ഞു പോലും നോക്കില്ല. ഞാൻ ആരാണെന്ന് ഈ തവണയെങ്കിലും തെളിയിക്കണം. രണ്ടു ദിവസം കിണറ്റിലായിരുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ആ, മാന്ത്രികയോടിയെ പരീക്ഷിക്കാൻ പറ്റിയ അവസരം. അല്ലയോ മാന്ത്രികയോടിയെ, എനിക്ക് ഭക്ഷിക്കുവാൻ രുചിയുള്ള നല്ല ഭക്ഷണങ്ങൾ നൽകിയാലും. അങ്ങനെ സിംഹച്ചാര് തന്റെ രുചിയുള്ള ഭക്ഷണത്തിനായി കാത്തിരുന്നു. ഭക്ഷണം വരാൻ ഇത്ര താമസമോ? അപ്പോഴാണ് സിംഹച്ചാരി മന്ത്രത്തിന്റെ കാര്യം ഓർത്തത്. സിം സാം സൂം, ഭക്ഷണം വരട്ടെ. വയറു നിറഞ്ഞ സിംഹച്ചാർക്ക് ഉറക്കം വരാൻ തുടങ്ങി. സിം സാം സൂം, എനിക്കുറങ്ങാൻ സൗകര്യമൊരുക്കൂ. സിംഹച്ചാര് കട്ടിൽ കണ്ടതോടെ ഉറക്കം തുടങ്ങി. എനിക്ക് പ്രതികാരം ചെയ്യണം. വാടിയുള്ളതുകൊണ്ട് കാക്കക്കുട്ടപ്പ, നിന്റെ കാര്യം പോക്ക. സിം സാം സൂം, കാക്കക്കുട്ടപ്പന്റെയും അമ്മായിയുടെയും അടുത്തെത്തട്ടെ. പതിവ് പോലെ അമ്മായിയും കാക്കക്കുട്ടപ്പനും അപ്പം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. നിന്നെയൊക്കെ ഞാൻ ഇപ്പോ ശരിയാക്കി തരാം. സിം സാം സൂം, അപ്പം പറന്നു പൊങ്ങട്ടെ. ഇതെന്താ കുട്ടപ്പ ഇങ്ങനെ? ഇത് ചാത്തന്മാരുടെ കളി വല്ലതുമാണോ അമ്മായി? ചാത്തനല്ലടാ, ഇത് ഞാനാ. സിംഹച്ചാർ മനസ്സിൽ പറഞ്ഞു. ഇതൊന്നും അറിയാതെ അമ്മായിയും കുട്ടപ്പനും അപ്പത്തെ നോക്കി നിന്നു. സിം സാം സൂം, അപ്പം പഴയപടിയാകട്ടെ. അമ്മായി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. ഇവരുടെ വാക്ക് കേട്ട് സിംഹച്ചാർ മനസ്സിൽ ചിരിച്ചു. സിം സാം സൂം, കാക്കക്കുട്ടപ്പന്റെ നിറം മാറട്ടെ. അയ്യോ കുട്ടപ്പ, നിനക്കിതെന്ത് പറ്റി? നിന്റെ നിറം മാറിപ്പോയല്ലോ. എന്റെ അമ്മായി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നീ ഒന്ന് കണ്ണാടി പോയി നോക്കിക്കേ. എന്റെ അമ്മായി, ഇതെന്ത് നിറമാ? ഞാനിതെങ്ങനെ പുറത്തിറങ്ങും? കുട്ടപ്പനും അമ്മായിയും നടക്കുന്നത് എന്തെന്നറിയാതെ സങ്കടപ്പെട്ടു. അപ്പോഴാണ് കണ്ണാടിക്കുള്ളിലൂടെ സിംഹച്ചാരുടെ രൂപം കാണുന്നത്. കുട്ടപ്പൻ മനസ്സിൽ പറഞ്ഞു, ഇതാ മണ്ടൻ സിംഹച്ചാരുടെ പണിയാണെന്ന് തോന്നുന്നു. ഒരു സൂത്രം ചെയ്തു നോക്കാം. എന്നെ ഈ രൂപത്തിലാക്കിയത് ആരാണെങ്കിലും അവന് കഴിവുണ്ടെങ്കിൽ എന്നെ പഴയ രൂപത്തിലാക്കട്ടെ. ഇത് കേട്ടതും സിംഹച്ചാർ സിം സാം സൂം, കുട്ടപ്പൻ പഴയ രൂപത്തിലാവട്ടെ. ഓ, ഇതെന്തു മറിമായും കുട്ടപ്പ, നീ വീണ്ടും പഴയ രൂപത്തിലായല്ലോ. ഇത് ഇവന്റെ കളി തന്നെ. ഇവനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. കുട്ടപ്പൻ അമ്മായിയുടെ അടുക്കലെത്തി കണ്ട കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു. കുട്ടപ്പ, നീ പോയി ആ മാന്ത്രികവടി ഇങ്ങെടുത്തു കൊണ്ടുവാ. ഇത് ചെയ്യുന്നവനെ നമുക്കൊരു പൂച്ചയാക്കി മാറ്റാം. ഇത് കേട്ടതും സിംഹച്ചാർ ഞെട്ടി. ഇവന്മാരുടെ കയ്യിലും ഉണ്ടോ മാന്ത്രികപടി? അവന്മാരെന്നെ പൂച്ചയാക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. ഇവിടെ കൊടുക്കാൻ ഇനിയും പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മണ്ടനായ സിംഹച്ചാരുടെ കയ്യിൽ നിന്നും അമ്മായിയും കുട്ടപ്പനും തൽക്കാലം രക്ഷപ്പെട്ടു.